ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്. പക്ഷേ ഒരു 5 മാർക്ക് 7 മാർക്കൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള 2 കാര്യങ്ങളാണ് മീനും മീഡിയനും. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ, എന്താണ് മീൻ എന്ന് പറഞ്ഞാൽ? മീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതലേ നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താ അത്? ആവറേജ് അല്ലേ? ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ആവറേജ്. ഈ ആവറേജിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആവറേജിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? മീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ മറ്റൊരു ആളാണ് മീഡിയൻ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള, നമുക്ക് പഠിക്കാനുള്ള വേറൊരാളാണ് മീഡിയൻ. എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കുള്ള ആൾ, മിഡിൽ വാല്യൂ, നടുക്കുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ മീനും മീഡിയനും കണ്ടുപിടിക്കുക, കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസിന്റെ മീനും മീഡിയനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സാമിനേഷൻ സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ 11 സ്റ്റുഡൻസ് ആർ ഗിവൻ ബിലോ. ഓക്കെ, ഒരു എക്സാമിന് കുറച്ച് കുട്ടികൾ വാങ്ങിച്ച 11 കുട്ടികൾ വാങ്ങിച്ച മാർക്കുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? മീനും കണ്ടുപിടിക്കണം, മീഡിയനും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മീനും മീഡിയനും എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യണം? മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഫോമിൽ പഠിച്ചു വെക്കാം. മീൻ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, വാട്ട് എവർ. ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇവരെല്ലാവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. ഓക്കെ, ഇവരെല്ലാവരെയും കൂടി നമുക്ക് പ്ലസ് ചെയ്ത് നോക്കാം. ഓക്കെ, 15, 35 ഇത് ഓരോന്നും എന്ത് ചെയ്യുക? എഴുതി പ്ലസ് ചെയ്യുക. ഓക്കെ അല്ലേ? പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 15 പ്ലസ് 35 പ്ലസ് 20 പ്ലസ് 18 പ്ലസ് 40 പ്ലസ് 32 പ്ലസ് 28 പ്ലസ് 50 പ്ലസ് 45 പ്ലസ് 27 പ്ലസ് 31. ഓക്കെ, ഇത്രയും വാല്യൂസ് പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര ടോട്ടൽ 341 കിട്ടും. ഓക്കെ, അപ്പോൾ 341 ഡിവൈഡഡ് ബൈ നമ്പർ. നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്കറിയാം 1 2 3 4 5 6 7 8 9 10 11. 11 കുട്ടികളുടെ മാർക്കാണ്. അപ്പോൾ 11 വാല്യൂസ് ഉള്ള നമ്പർ എന്ന് പറയുമ്പോൾ 11. ഓക്കെ അല്ലേ? അപ്പൊ 341 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ എത്ര കിട്ടും? 31 കിട്ടും. എത്ര കിട്ടും? 31. സോ ദ മീൻ ഓഫ് ദിസ് വാല്യൂസ് ആർ 31. 31 ആണ് ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അപ്പോൾ എ ക്വസ്റ്റ്യൻ മീൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മീഡിയൻ കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റ്യൻ മീഡിയൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് മക്കളെ മീഡിയൻ എന്ന് പറഞ്ഞാൽ? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നടുക്കുള്ള വാല്യൂ ആണ് അല്ലെ? നടുക്കുള്ള വാല്യൂ ആണ്. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ എല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അസെൻഡിങ് ഓർഡറിൽ എഴുതാതെ മീഡിയൻ കണ്ടുപിടിക്കരുത്. ഓക്കെ അല്ലെ? തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിനെയും എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ എഴുതുക. പറഞ്ഞേ, അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ അറിയാലോ, ചെറുത് മുതൽ വലുത് വരെയുള്ള ഒരു ഓർഡർ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്കറിയാം ഏറ്റവും ചെറിയ ആൾ ഇതിലാരാ? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ആള് 15 ആണ് അല്ലെ? അപ്പൊ 15. ഓക്കെ, കോമ. അതിനുശേഷം ചെറിയതായിട്ട് വരുന്നത് 18 ഉണ്ട്. ഓക്കെ, കോമ. അതിൻ്റെ തൊട്ട് വലുതായിട്ട് വരുന്നത് ഇവിടെ 20 ഉണ്ട്. ഓക്കെ, കോമ. 20ക്ക് ശേഷം ഇവിടെ വരുന്ന ചെറിയ അതിന് മുകളിലുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് 27, കോമ. അടുത്തത് 31 ഉണ്ട്, കോമ. അതിനുശേഷം 32 ഉണ്ട്. സോറി, 28 ഉണ്ടായിരുന്നു അല്ലേ? 28 ഉണ്ടായിരുന്നു. ഇപ്പൊ 27 കഴിഞ്ഞിട്ട് 28 ഉണ്ട്. ഓക്കെ, അതിനുശേഷം 31 ഉണ്ട്. അതിനുശേഷം 32 ഉണ്ട്. അതിനുശേഷം 35 ഉണ്ട്. ഓക്കെ, 35 ഉണ്ട്. അതിനുശേഷം 40 ഉണ്ട്. അതിനുശേഷം 45 ഉണ്ട്. പിന്നീട് 50 ഉണ്ട്, 50 ഉണ്ട്. ഓക്കെ അല്ലെ? തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിനെയും നമ്മൾ എന്തിൽ എഴുതി? അസെൻഡിങ് ഓർഡറിൽ എഴുതി. ചെറുത് മുതൽ വലുത് വരെയുള്ള ഓർഡറിൽ എഴുതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും മീഡിയം കണ്ടുപിടിക്കാം. മീഡിയം കണ്ടുപിടിക്കാൻ നടുക്കുള്ള ആളുകൾ നോക്കിയാൽ മതി. ഓക്കെ, നടുക്കത്തെ ആളെ കണ്ടുപിടിക്കാം. നമുക്ക് നടുക്കത്തെ ആളെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മെത്തേഡ് ചെയ്യാം. ഫ്രണ്ടിൽ നിന്നും ബാക്ക് ചെയ്തും ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുക?
ക്വാർട്ടർ ആയിട്ട് ക്യാൻസൽ ചെയ്ത് വരിക. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തു, ബാക്കിൽ നിന്ന് കട്ട് ചെയ്തു, ഫ്രണ്ടിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തു, ബാക്കിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തു, ഫ്രണ്ടിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തു, ബാക്കിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തു, ഫ്രണ്ടിൽ നിന്ന് ഒരാളെ കട്ട് ചെയ്തു, ബാക്കിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നടുക്ക് ഒരാളെ കിട്ടി. നടുക്ക് ഒരു ആളെ കിട്ടി. അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് അതാണ്, ആ നടുക്കത്തെ വാല്യൂ ആണ് മീഡിയൻ. അപ്പം മീഡിയൻ ഇസ് ഈക്വൽ ടു 31. ഓക്കെ അല്ലേ? മീഡിയൻ എത്രയാണ്? 31 ആണ്. ഓക്കെ, ഇനി സപ്പോസ് ഇനി നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സപ്പോസ് ഇവിടെ 31 പകരം 31 എന്ന് പറയുന്ന ഒരു വാല്യൂക്ക് പകരം നടുക്ക് 2 പേര് 30ഉം 31ഉം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, നടുക്ക് 2 പേര് വന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും മീഡിയം കണ്ടുപിടിക്കാനായിട്ട്? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മീഡിയം കണ്ടുപിടിക്കാനായിട്ട് നടുക്ക് 2 പേര് ഈവൻ നമ്പർ ഓഫ് നമുക്കറിയാം ഇത് മൊത്തത്തിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട് അല്ലെ? 11 പേര് എന്ന് പറയുമ്പോൾ 11 എന്ന് പറയുന്നത് ഓടാണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് വരുമ്പോൾ നടുക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 12 ടേംസ് ഉണ്ടെങ്കിൽ അതെന്താ? ഈവൻ ആണ് അല്ലെ? ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പൊ നടുക്ക് എന്ത് വരും? 2 പേര് വരും. മിഡിലായിട്ട് 2 പേര് വരും. ശരിയല്ലേ? അപ്പൊ നടുക്ക് 2 പേര് വന്നാൽ ആ 2 പേര് ഇപ്പൊ നമുക്ക് നടുക്ക് വന്നിരിക്കുന്നത് 30, 31 സങ്കല്പിക്കുക. അപ്പൊ 2 പേരെ പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, 2 പേരെയും പ്ലസ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 30 + 31 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 61. ഓക്കെ, 61 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 30.5 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് 30.5 ആണ്. ക്ലിയർ ആണോ? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്, ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഈവൻ നമ്പർ ഓഫ് ടേംസ് വന്നാൽ അടുക്ക് 2 പേര് വരും. അത് 2 പേര് എന്ത് ചെയ്യുക? പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മീഡിയൻ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ഇഫ് ദ മീഡിയൻ ഓഫ് ദി നമ്പേഴ്സ് 2, 5, 7, 10, 12, x അങ്ങനെ 17, 19, 20, 21, 24. ഓക്കെ, 21, 24 വിത്ത് 30. ഓക്കെ, കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഇതിന്റെ മീഡിയൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 13 ആണ്, 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനിടയിൽ വന്നിരിക്കുന്ന ഈ എക്സ് എത്രയാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഇടയിൽ വന്നിരിക്കുന്ന എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? നമുക്കറിയാം ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഞാൻ നിർത്തി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഓൾറെഡി എന്തിലാണ്? അസെൻഡിങ് ഓർഡറിലാണ് അല്ലേ? 12, x, 17, 19, 21. ഇത് ഓൾറെഡി 24. ഓക്കെ, ഇത് ഓൾറെഡി എന്തിലാണ്? അസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ, അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിലാക്കും. ശരിയല്ല? അപ്പൊ ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട? അസെൻഡിങ് ഓർഡറിലാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്കറിയാം മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നടുക്കുള്ള വാല്യൂ അല്ലേ മീഡിയൻ? അല്ലെ? നടുക്കുള്ള വാല്യൂ ആണ് മീഡിയൻ. അപ്പൊ നടുക്കുള്ള ആളെ കണ്ടുപിടിക്കുക. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് വരിക. ഓക്കെ, വന്നപ്പോൾ നടുക്ക് 2 പേര് വന്നു. ശരിയല്ലേ? അപ്പൊ ഈ 2 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ 2 പേര് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 2 പേരെയും പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം. ശരിയല്ലേ? അപ്പൊ 12 + x ഡിവൈഡഡ് ബൈ 2 ഇതാണ് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള രീതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മീഡിയൻ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? പക്ഷെ ഈ മീഡിയൻ ഓൾറെഡി നമുക്കറിയാം ഇത് എത്രയാണ്? 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈക്വൽ ടു എത്രയാണെന്ന് ഇട്ട് കൊടുക്കാം? നമുക്ക് 13 എന്ന് ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഈ 2 അപ്പുറത്തോട്ട് കൊണ്ടുപോകാലോ. 12 + x = 13 ഡിവൈഡ് ബൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? × 2 ആവും. ഓക്കെ അല്ലേ? അപ്പൊ 12 + x = 13 × 2 എന്ന് പറയുമ്പോൾ 26. ഓക്കെ, ഇനി നമുക്കറിയാം ഈ 12 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. x ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x അവിടെ നിർത്തി 12 ഇങ്ങോട്ട് കൊണ്ടുവരാം. x = ഓൾറെഡി ഇവിടെ 26 ഉണ്ട്. ഓക്കെ അല്ലേ? പോസിറ്റീവ് 12 ഇപ്പുറം വരുമ്പോൾ എന്താവും? -12 ആവും. ഓക്കെ അല്ലേ? അപ്പൊ x = 26 - 12. x = 26 - 12. ഓക്കെ, അപ്പൊ 26 - 12 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാ? 26 - 12 എന്ന് പറയുമ്പോൾ 14. ശരിയല്ലേ? അപ്പോൾ x 14. എക്സിന്റെ വാല്യൂ എത്രയാണ്? 14 ആണ്. ക്ലിയർ? ജസ്റ്റ് ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 14 ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 180. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 9 പേരുടെ അതായത് S9. ഓക്കെ, 9 പേരുടെ സം എന്ന് പറയുന്നത് എത്രയാ? 180 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ 5th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 5ാമത്തെ ടേം എത്രയാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. മക്കളെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും അരിത്തമെറ്റിക് സീക്വൻസിൽ സമ്മ് തന്നിട്ട് ഒരു ടേം കണ്ടുപിടിക്കാൻ പറയില്ല. സമ്മ് മാത്രം നൽകിയിട്ട് ഒരു ടേം കണ്ടുപിടിക്കാൻ പറയൂല. അൺലെസ് ആ ടേം എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും അല്ലെ? 9 പേരുടെ മിഡിൽ ടേം.
അഞ്ചാമത്തെ ആളല്ലയോ. 9 ആളുകളെ ഞാനിങ്ങനെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ അതിൽ നടുക്ക് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് അഞ്ചാമത്തെ ആളായിരിക്കൂലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന 9 പേരെ സമ്മ് തന്നിട്ടുണ്ട്, അഞ്ചാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 9 പേരുടെ മിഡിൽ ടേം ആണ് ആര്, അഞ്ചാമത്തെ ആൾ. ശരിയല്ലേ? അപ്പോൾ മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് വെച്ച് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 180 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, 180 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 18 രണ്ട് പ്രാവശ്യം പോകും. ഓക്കെ, പ്രാവശ്യം 20 കിട്ടും. ശരിയല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20. അഞ്ചാമത്തെ ടേം എത്രയാണ്? 20 ആണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ദീസ് 9 ടേംസ്. ഈ 9 ടേംസിന്റെയും മീനും മീഡിയനും കണ്ടുപിടിക്കാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ? ഓക്കെ അല്ലേ? ടോട്ടൽ എന്ന് പറയുമ്പോൾ സം അല്ലേ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ സം അല്ലേ? ആ സം എത്രയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 180 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 180 ഡിവൈഡഡ് ബൈ നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്ര പേരുണ്ടെന്ന് പറയുന്നത്? 9 പേര്, 9 ടേംസ് ഉണ്ട്. അപ്പോൾ 180 ബൈ 9 എന്ന് പറയുമ്പോൾ എത്ര തന്നെയാണ്? 20 തന്നെയായിരിക്കും മീൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മീഡിയൻ കണ്ടുപിടിക്കണം അല്ലേ? മീഡിയൻ കണ്ടുപിടിക്കണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടുക്കത്തെ ആളാണ് മീഡിയൻ. ശരിയല്ലേ? അപ്പൊ മീഡിയൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. 9 പേരുടെ സമ്മ് 180 ആണെങ്കിൽ അഞ്ചാമത്തെ ആൾ എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും. അഞ്ചാമത്തെ ആൾ മിഡിൽ ടേം ആയിരിക്കും. അതിന്റെ വാല്യൂ എത്രയാണ്? 20 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുക്കത്തെ ആളല്ലേ? നടുക്കത്തെ ആൾ അഞ്ചാമത്തെ ആളാണ്. മീഡിയൻ എന്ന് പറയുന്നത് എത്ര? അഞ്ചാമത്തെ ആള്, അതായത് 20. ഓക്കെ അല്ലേ? മീഡിയൻ എത്രയാണ്? 20 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസുകളുടെ മീനും മീഡിയനും സെയിം ആയിരിക്കും. ഓക്കെ, എപ്പോഴും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ മീനും മീഡിയനും സെയിം ആയിരിക്കണം. മീനും 20 ആണ്, മീഡിയനും 20 ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം. റൈറ്റ് 7 നമ്പേഴ്സ് വിത്ത് മീഡിയൻ 25. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ്. 7 നമ്പറുകൾ എഴുതണം വിത്ത് മീഡിയൻ 25. മീഡിയൻ എത്ര വരണം? 25 വരണം അല്ലെ? മീഡിയൻ 25 കിട്ടുന്ന രീതിയിൽ ഒരു 7 നമ്പറുകൾ എഴുതുക. സിമ്പിൾ ആണ് അല്ലെ? എങ്ങനെയാ? നമുക്കറിയാം മീഡിയൻ എന്ന് പറയുന്നത് എന്താ? നടുക്കത്തെ ആളാണ്. അപ്പൊ നടുക്കത്തെ ആൾ 25. മീഡിയൻ 25 കിട്ടണമെന്ന് പറഞ്ഞാൽ നടുക്കത്തെ ആൾ എന്തായിരിക്കണം? 25 ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ നടുക്കത്തെ ആള് 25ഉം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 7 നമ്പേഴ്സ് ആണ് മൊത്തത്തിൽ വേണ്ട. അപ്പൊ നടുക്ക് നമ്മൾ 25നെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര പേര്? ഇവിടെ ഒരു 3 പേര്, ഇവിടെ ഒരു 3 പേര് ആണ് അല്ലെ? ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഒരു 3 പേര് എന്ത് ചെയ്യണം? നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3 പേര് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ മതി. ഓക്കെ, 24 ആണെങ്കിൽ നമുക്കിവിടെ ഒരു 20 ഇടാം. ഓക്കെ, 20 ഇടുന്നു, 18 ഇടുന്നു, 10 ഇടുന്നു. ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചെറിയ 25 ചെറിയ വാല്യൂസ് ആയിരുന്നു. കാരണം നമ്മൾ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ അസെൻഡിങ് ഓർഡറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ചെറുത്. ഓക്കെ, ഞാൻ അതേപോലെ ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വലിയ നമ്പേഴ്സ് കൂടി ഇടാം. 25 വലിയ നമ്പേഴ്സ് നമുക്ക് 26 ഇട്ട് കൊടുക്കാം, 30 ഇട്ട് കൊടുക്കാം, 37 ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? 7 നമ്പേഴ്സ് ആയില്ലേ? ഈ 7 നമ്പേഴ്സിന്റെ മീഡിയൻ എന്ന് പറയുമ്പോൾ നടുക്കത്തെ ആളല്ലേ? നടുക്കത്തെ ആളാരാ? 25. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഇതേ രീതിയിൽ ഇഷ്ടമുള്ള എത്ര ഒരു 7 വാല്യൂസ് നമുക്ക് എടുക്കാം. നടുക്ക ആര് വന്നാൽ മതി? 25 വന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി റൈറ്റ് 8 നമ്പേഴ്സ്. അടുത്ത ബി ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് 8 നമ്പേഴ്സ്, 8 നമ്പറുകൾ എഴുതണം വിത്ത് മീഡിയൻ 25. മീഡിയൻ 25 വരുന്ന രീതിയിൽ 8 നമ്പറുകൾ എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ അതെങ്ങനെ എഴുതും? 8 നമ്പറുകൾ. 8 നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് എത്രയാ? ഈവൻ ആണ് അല്ലെ? ഈവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീഡിയം കണ്ടുപിടിക്കുമ്പോൾ 2 പേര് നടുക്ക് വരും. 2 പേര് നടുക്ക് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 2 പേരെയും നടുക്കുള്ള 2 പേരെയും നമുക്ക് എന്തെന്നിട്ട് കൊടുക്കാം? 25 ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? നടുക്കുള്ള 2 പേരും നമുക്ക് എന്തിടാം? 25 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഫ്രണ്ടിലേക്കും ഒരു 3 പേര്, ബാക്കിലേക്കും ഒരു 3 പേര്. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞു, ഫ്രണ്ടിലേക്ക് ഒരു 3 പേര് കുറച്ച് പറഞ്ഞ വാല്യൂസ് കുറച്ച് പറയാം. നമുക്കൊരു 10 ഇടാം, 12 ഇടാം, 15 ഇടാം. ഓക്കെ അല്ലേ? അതേപോലെ ബാക്കിലേക്ക് കുറച്ച് 25 വലിയ ആളുകൾ ആരൊക്കെ വരും? 28 ഇടാം, 30 ഇടാം, 40 ഇടാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മൾ മീഡിയം കണ്ടുപിടിക്കുമ്പോൾ നടുക്കത്തെ ആളല്ലേ കണ്ടുപിടിക്കണം? നടുക്കത്തെ ആളെ കണ്ടുപിടിക്കുക. ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ഓരോരുത്തരായിട്ട് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ നടുക്ക് 2 പേര് വരും. ഓക്കെ അല്ലേ? നടുക്ക് 2 പേര് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ 2 പേരെ പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യണം അല്ലേ? 25 + 25 ഡിവൈഡ് ബൈ 2. 25 + 25 എന്ന് പറയുമ്പോൾ 50/2. 50/2 എന്ന് പറയുമ്പോൾ 25 മീഡിയൻ. ശരിയല്ലേ? ആണ്. നടുക്ക് 2 പേര് 25 ആണ്. ഓക്കെ, അപ്പൊ മീഡിയൻ എത്ര കിട്ടും? 25 കിട്ടും. സിമ്പിൾ. ഓക്കെ അല്ലേ? ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.
ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകണേ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് 2 ടേബിളുകൾ മക്കളെ ഇതിൽ പഠിക്കാനുണ്ട് അല്ലെ? 2 ടേബിളുകൾ. ഏതൊക്കെയാ 2 ടേബിൾസ്? ഒന്ന് ഫ്രീക്വൻസി ടേബിൾ. ഒന്നെന്താണ് ഫ്രീക്വൻസി ടേബിൾ, രണ്ടെന്താ ക്ലാസ് ടേബിൾ. ഫ്രീക്വൻസി ടേബിളും ക്ലാസ് ടേബിളും. മക്കളെ ഈ തരത്തിലുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ തരുന്ന ടേബിൾ, അതായത് കണ്ട ഫസ്റ്റ് കോളത്തിൽ ഒരു വാല്യൂസ് ഉണ്ടാവും, രണ്ടാമത്തെ കോളത്തിൽ വാല്യൂ, ഇങ്ങനെ ഓരോ വാല്യൂസ് ആയിട്ട് തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ ക്ലാസ് ടേബിൾ എങ്ങനെയല്ലേ? ഈ തന്നിരിക്കുന്നതാണ് ക്ലാസ് ടേബിൾ. കണ്ട ക്ലാസ് ടേബിളിൽ ഒരു വാല്യൂ അല്ല, ഒരു റേഞ്ച് ഓഫ് വാല്യൂ ആയിരിക്കും. അതായത് ഇവിടെ മുതൽ അവിടം വരെ ഒരു അപ്പർ ലിമിറ്റ് ഒരു ലോവർ ലിമിറ്റ് നൽകുന്ന ഒരു സെറ്റ് ഓഫ് ലിമിറ്റഡ് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് അങ്ങനെ തരുന്ന ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തെന്ന് പറയുന്നത്? ക്ലാസ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഫ്രീക്വൻസി ടേബിളിന്റെ ചോദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ, ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വെയിറ്റ് ഓഫ് 25 സ്റ്റുഡൻസ് ആർ ഗിവൻ ബിലോ. 25 കുട്ടികളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്. ഓക്കെ, ഇവരുടെ മീഡിയൻ വെയിറ്റ് എത്രയാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ് ഫ്രീക്വൻസി ടേബിൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ ഇതേപോലെ ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇത് ആൻസറിലും ഇതേ ടേബിൾ തന്നെ എന്ത് ചെയ്യുക? റീഡ്രോ ചെയ്യുക. ഓക്കെ അല്ലേ? ഇതേ ടേബിൾ തന്നെ ആൻസറിലേക്ക് എന്ത് ചെയ്യുക? റീഡ്രോ ചെയ്യുക, വരക്കുക. അതിനുശേഷം നമ്മൾ ഈ വെയിറ്റ് ഇൻ കിലോഗ്രാംസ് എഴുതുമ്പോൾ നമ്മൾ മക്കളെ ഇങ്ങനെ എഴുതുക: ബിലോ 35, ബിലോ 40, അതായത് 35 താഴെ. ഓക്കെ അല്ലേ? സോറി, ബിലോ അല്ല, അപ് ടു ആണ്. നമ്മൾ ക്ലാസ്സിലാണ് ബിലോ യൂസ് ചെയ്യണം. അപ് ടു 35, അപ് ടു 40, ഓക്കെ, അപ് ടു 50. ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ എന്ത് ചെയ്യുക? എല്ലാ കോളത്തിലും എഴുതുക. ഓക്കെ അല്ലേ? ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന കോളം ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബോക്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൽ ഒരു ബോക്സും കൂടി നമ്മൾ എക്സ്ട്രാ വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്കറിയാം, 4. ഓക്കെ, അതായത് 35 കിലോഗ്രാം വരെ വെയിറ്റ് ഉള്ള എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ട്. ശരിയല്ലേ? ഇനി അപ് ടു 40 എന്നാണ് നമ്മൾ കൊടുത്തത്. അപ് ടു 40 എന്ന് പറയുമ്പോൾ 40 കിലോഗ്രാം വെയിറ്റ് വരെ. 40 കിലോഗ്രാം വെയിറ്റ് വരെ 5 പേരാണോ? അല്ല. 40 കിലോഗ്രാം വെയിറ്റ് വരെ എന്ന് പറയുമ്പോൾ, വെയിറ്റ് 40 വരെ എന്ന് പറയുമ്പോൾ ആരും പെടും? 35 കിലോ വെയിറ്റ് ഉള്ളവർ അതിൽ വരൂലേ? അപ്പോൾ 35 കിലോ വെയിറ്റ് ഉള്ള 4 പേരും 40 വരെയുള്ള 5 പേരും. ഓക്കെ, അപ്പൊ മൊത്തം 9 പേര്. ഇങ്ങനെ പ്ലസ് ചെയ്ത് ചെയ്ത് 4 പ്ലസ് 9. ഓക്കെ, 9 പ്ലസ് 6 എത്രയാ? 15. ഓക്കെ, അതായത് 50 കിലോഗ്രാം വെയിറ്റ് വരെ ഉള്ളവർ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. ശരിയല്ല? 50 കിലോഗ്രാം വെയിറ്റ് വരെ എന്ന് പറയുമ്പോൾ 35 കിലോ ഉള്ളവരും വരും, 40 കിലോ ഉള്ളവരും വരും, 50 കിലോ ഉള്ളവരും വരും. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ 21. ഓക്കെ, 21 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 23. 23 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 25. ഓക്കെ അല്ലേ? ഇത്തരത്തിൽ എന്ത് ചെയ്യുക? ആദ്യം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളം എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഇനി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്താ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ മക്കളെ നമ്മൾ എന്നിന്റെ വാല്യൂ എടുത്ത് ചെയ്ത്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര കുട്ടികളുണ്ട്. ഓൾറെഡി ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എത്ര കുട്ടികളുടെ വെയിറ്റ്, അത് 25 ആണ്. ഓക്കെ, ഇനി അത് ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മക്കളെ നമ്മൾ ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനം കിട്ടുന്ന വാല്യൂല് അയാളാണ് n. ഓക്കെ, അയാളാണ് n. ഓക്കെ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനം കിട്ടിയ ആള് n. ഓക്കെ, 25. ഓക്കെ, അപ്പോൾ n എത്രയാ? 25. അപ്പോൾ ഈ n25 എന്ന് പറയുന്നത് ഓടല്ലേ? n25 എന്ന് പറയുന്നത് ഓടല്ലേ? അപ്പൊ ഓടാണെങ്കിൽ മക്കളെ മീഡിയൻ എന്ന് പറയുന്നത്, മീഡിയന്റെ പൊസിഷൻ എന്ന് പറയുന്നത്, n+1/2 ആയിരിക്കും. n+1/2 ടേം ആയിരിക്കും എന്ത്? മീഡിയൻ. n+1/2 ടേമിൽ നിൽക്കുന്ന ആളായിരിക്കും എന്ത്? മീഡിയൻ ആയിട്ട് വരുന്നത്. മീഡിയൻ n+1/2 എന്നല്ല, മീഡിയന്റെ പൊസിഷൻ n+1/2 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. n+1/2 25, n+1/2 അപ്പൊ എത്ര കിട്ടും? 26/2, അതായത് 13 കിട്ടി അല്ലെ? ശരിയല്ലേ? അപ്പോൾ മീഡിയൻ 13 ആണെന്നല്ല, മീഡിയൻ എന്ന് പറയുന്ന ആള്, മീഡിയൻ ആയിട്ട് വരുന്ന നടുക്ക് നിൽക്കുന്ന കുട്ടി എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനാണ്? 13ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ 13ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയുടെ വെയിറ്റ് നമുക്കറിയാം. 13ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയുടെ വെയിറ്റ് നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ബോക്സ് നോക്കാം. ഓക്കെ, അപ്പൊ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കിയാൽ നമുക്കറിയാം
ആദ്യത്തെ ഒന്നാമത്തെ കുട്ടി മുതൽ നാലാമത്തെ കുട്ടി വരെ ഇവിടെ ആയിരിക്കും വരുന്നത്, ശരിയല്ലേ? 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ ഇവിടെ വരും. ഓക്കെ, ഇനി 4 കഴിഞ്ഞാൽ 5 മുതൽ 9 വരെയുള്ള കുട്ടികൾ ഇതിൽ വരും. ഓക്കെ, 9 കഴിഞ്ഞാൽ 10 മുതൽ 15 വരെയുള്ള കുട്ടികൾ ഈ മൂന്നാമത്തെ റോയിലാണ്, മൂന്നാമത്തെ കോളത്തിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്, ശരിയല്ലേ? നമുക്ക് വേണ്ട 13ാമത്തെ ആളല്ലേ? 13ാമത്തെ ആൾ ഈ ഒരു ഗ്രൂപ്പിലല്ലേ വരുന്നത്. 10 മുതൽ 15 എന്ന് പറയുമ്പോൾ 10ഉം 11ഉം 12ഉം 13 ഒക്കെ ഇതിൽ വരും, ശരിയല്ലേ? 13ാമത്തെ ആള് ഈ ഒരു ഗ്രൂപ്പിലാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളുടെ വെയിറ്റ് എത്രയാ? 50 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മീഡിയൻ ഇസ് ഈക്വൽ ടു എത്രയാ? മീഡിയൻ ഇസ് ഈക്വൽ ടു എത്രയാ? 50. ഓക്കെ, 50 ആണ് മീഡിയൻ. 50 ആണ് ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ, ഇത്രയുള്ള സംഭവം. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ മീഡിയൻ ഇപ്പോൾ നമുക്ക് ഓടായിരുന്നു കിട്ടിയ അല്ലേ? ഇനിയിപ്പോൾ ഈവൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 26 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? 26 ആയിരുന്നെങ്കിൽ ഒന്നുമില്ല, മീഡിയം പൊസിഷൻ കണ്ടുപിടിക്കും. ഇക്വേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റുക. n/2ഉം n/2 + 1 കൊടുക്കുക. ഓക്കെ, n/2ഉം n/2 + 1 ടേമുകൾ എടുക്കാം. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 26ന്റെ പകുതി. 26ന്റെ പകുതി എന്ന് പറയുമ്പോൾ 26/2 അല്ലേ? 26/2 26/2 + 1. അപ്പം 13ഉം 14 ആണ് മീഡിയൻ ആയിട്ട് വരുന്നത്. അവരും എവിടെ തന്നെ വരും? ഈ 10ന്റെയും 15ന്റെയും ഇടയിൽ തന്നെയല്ലേ വരുന്നത്. 13ാമത്തെ ആൾ 14ാമത്തെ ആളും. അപ്പോൾ അവരുടെയും വെയിറ്റ് എത്രയാ? 50. അപ്പം മീഡിയൻ എത്ര തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു രീതിയിലാണ് ഈവൻ നമ്പർ ഓഫ് ടേംസ് തന്നെയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് ഫ്രീക്വൻസി ടേബിൾ ഇതേപോലെ എന്ത് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത ടേബിളിലേക്ക് പോവുകയാണ് മക്കളെ. അടുത്ത ടേബിൾ ആണ് നമ്മുടെ ക്ലാസ് ടേബിൾ. ഓക്കെ, ക്ലാസ് ടേബിൾ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ 5 മാർക്ക് നിൽക്കുന്ന ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്ന ചോദ്യം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം, ഒരു കുട്ടികളുടെ ഹൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഹൈറ്റ് സോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. ഇഫ് ദ ചിൽഡ്രൻ ആർ പ്ലേസ്ഡ് ഇൻ ഓർഡർ ഓഫ് ഹൈറ്റ്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ ചിൽഡ്രൻസ് ആർ പ്ലേസ്ഡ് ഇൻ ഓർഡർ ഓഫ് ഹൈറ്റ്, what is the position of the child who has median height? What is the position of child who has median height? median height ഉള്ള കുട്ടിയുടെ പൊസിഷൻ എവിടെയാണ്? അതായത് മീഡിയൻ പൊസിഷൻ എത്രയാണ്? മീഡിയൻ ആയിട്ട് നിൽക്കുന്ന കുട്ടി എത്രാമത് നിൽക്കുന്ന, നടുക്ക് നിൽക്കുന്ന കുട്ടിയുടെ പൊസിഷൻ എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ചെയ്യാം. ഈ തന്നിരിക്കുന്ന നമ്മുടെ ടേബിൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് റീഡ്രോ ചെയ്യുക. ഒരു പുതിയൊരു കോളം കൂടി ആഡ് ചെയ്യുക. നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന പേരിൽ ഒരു പുതിയൊരു കോളം കൂടി ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അത് നമുക്ക് എഴുതാം, വാല്യൂസ് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ എഴുതാം? പ്ലസ് ചെയ്ത് പോവുക. ആദ്യത്തെ വാല്യൂ 6 അതേപോലെ തന്നെ എഴുതുക. ഇനി 12 എന്ന് പറയുമ്പോൾ 6 + 12 അപ്പോൾ 18. ഓക്കെ, 18 + 2 20, 20 + 5 25, 25ഉം 11 എന്ന് പറയുമ്പോൾ 36. ഓക്കെ അല്ലേ? 36ഉം 9 എന്ന് പറയുമ്പോൾ 45. ഓക്കെ അല്ലേ? അപ്പോൾ 45 വരെയും നമ്മൾ എന്ത് ചെയ്തി? എന്നിന്റെ വാല്യൂ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നിന്റെ വാല്യൂ എടുത്ത് എഴുതുക. ഓക്കെ, ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? എന്നിന്റെ വാല്യൂസ് എടുത്ത് എഴുതണം. എന്നിന്റെ വാല്യൂ എത്രയാണ്? നേരത്തെ പറഞ്ഞു n എന്ന് പറയുന്നത് എന്താ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനം വന്ന ആളായിരിക്കും n. ഓക്കെ അല്ലേ? അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 45 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഓടല്ലേ? ഓടാണെങ്കിൽ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ഓടാണെങ്കിൽ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? n+1/2 ആണ്. n+1/2 ടേം ആയിരിക്കും പൊസിഷൻ, മീഡിയൻ പൊസിഷൻ ആയിട്ട് വരുന്നത്, അതായത് നടുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 45 + 1/2. 45 + 1 എന്ന് പറയുമ്പോൾ 46/2. 46 എന്ന് പറയുമ്പോൾ 23. 46ന്റെ പകുതി എന്ന് പറയുമ്പോൾ 23. അപ്പൊ 23ാമത്തെ കുട്ടിയാണ് എന്ത്? മീഡിയൻ, അതായത് നടുക്ക് നിൽക്കുന്ന കുട്ടി എന്ന് പറയുന്നത് 23ാമത്തെ ആളായിരിക്കും. അപ്പൊ പൊസിഷൻ ഓഫ് ചൈൽഡ് ഹു ഹാസ് മീഡിയൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 23 ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് ഹൈറ്റ് ഓഫ് 21st സ്റ്റുഡന്റ്? 21ാമത്തെ കുട്ടിയുടെ എസ്റ്റിമേറ്റഡ് ഹൈറ്റ് എത്രയാണ്? 21ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് എത്രയാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മക്കൾ ഇതേപോലെ ഒരു ക്ലാസ് ടേബിൾ തന്നിട്ട് ഇങ്ങനെ 21ാമത്തെ കുട്ടി, 20ാമത്തെ കുട്ടി, 18ാമത്തെ കുട്ടി, അങ്ങനെ ഒരു രീതിയിൽ എന്താ മീഡിയൻ അല്ലാത്ത ഒരാളുടെ എന്ത് ചെയ്യാൻ പറയും? വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ഇക്വേഷൻ ഇല്ലാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ xn is equal to ലോവർ ലിമിറ്റ് പ്ലസ് d/2. ഓക്കെ, ലോവർ ലിമിറ്റ് കണ്ട് കൺഫ്യൂഷൻ ആവണ്ട, ലോവർ ലിമിറ്റ് കേട്ടോ,
ലോവർ ലിമിറ്റ് പ്ലസ് d/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടേബിളിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി ഡി എന്താ? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ എൻ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ എൻ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡി കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 21ാമത്തെ ആളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? x21 21ാമത്തെ ആളെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ 21ാമത്തെ ആളെ കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 21ാമത്തെ ആൾ ആദ്യം എവിടെ വരുമെന്ന് നോക്കാം. 21ാമത്തെ ആൾ വരുന്ന ഗ്രൂപ്പ് ഏതാ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കറിയാം 1 മുതൽ 6 വരെ ഇവിടെ വരും. അതിനുശേഷം 7 മുതൽ 18 വരെ ഇവിടെ വരും. ഇനി 19 മുതൽ 20 വരെ ഇവിടെ വരും. ഓക്കെ, നമുക്ക് വേണ്ട 21ാമത്തെ ആളെ 21 മുതൽ 25 വരെ ഈ ഗ്രൂപ്പിലാണ് വന്നത്. ശരിയല്ലേ? അപ്പൊ ഈ 21 മുതൽ 25 വരെയുള്ള ആളുകൾ വരുന്ന അല്ലെങ്കിൽ കുട്ടികൾ വരുന്നത് ഈ ഒരു ഗ്രൂപ്പിലാണ്. ശരിയാണോ? ഓക്കെ, അപ്പൊ ഈ എന്താണ് ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്? നമുക്കറിയാം ക്ലാസ് എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് ഉണ്ടാവൂലേ? ഈ 2 വാല്യൂസ് ആദ്യത്തെ വാല്യൂ ആണ് നമ്മൾ എന്ത് ലോവർ ലിമിറ്റ്. ആദ്യത്തെ വാല്യൂ ആണ് ലോവർ ലിമിറ്റ്, രണ്ടാമത്തെ വാല്യൂ ആണ് അപ്പർ ലിമിറ്റ്. ആദ്യത്തെ വാല്യൂ ലോവർ ലിമിറ്റ്, രണ്ടാമത്തെ വാല്യൂ അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം, ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. x21 21ാമത്തെ ആളെ കണ്ടുപിടിക്കേണ്ട. അപ്പൊ ലോവർ ലിമിറ്റ് പ്ലസ് d/2. ഓക്കെ, അപ്പൊ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടുത്തെ 160 ആണ് അല്ലേ? അപ്പൊ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 160 പ്ലസ് d/2. ഓക്കെ, നമ്മൾ d കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? d കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ എൻ. അപ്പർ ലിമിറ്റ് എത്രയാ? 165 അല്ലെ? ലോവർ ലിമിറ്റ് 160. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 165 മൈനസ് 160 ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ എന്ന് പറയുമ്പോൾ മക്കൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഡി കണ്ടുപിടിക്കുമ്പോൾ ഈ എൻ എടുക്കരുത്. ഓക്കെ, ഡി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ എൻ എടുക്കരുത്. ഈ എൻ എന്ന് പറയുന്നത് മൊത്തം ടേബിളിന്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻസിന്റെ എണ്ണമാണ് ഈ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെടുക്കരുത്. നമുക്ക് വേണ്ടത് ഇവിടത്തെ ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഈ ഗ്രൂപ്പിൽ ആകെ എത്ര പേരുള്ളൂ? 5 പേരുള്ളൂ. 160 മുതൽ 165 വരെ ഹൈറ്റ് വരുന്ന 5 പേര്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡി കണ്ടുപിടിക്കുമ്പോൾ എൻ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 5. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, 165 മൈനസ് 160 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 5/5 എന്ന് പറയുമ്പോൾ 1. ഓക്കെ അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്ര? 1 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. 21ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് L പ്ലസ് d/2. ഓക്കെ, അപ്പൊ L പ്ലസ് ഡി എന്ന് പറയുന്നത് 1. അപ്പൊ d/2 എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ അല്ലേ? ഇസ് ഈക്വൽ ടു 160 പ്ലസ് 1/2. നമുക്ക് ഫ്രാക്ഷൻ ആക്കി ചെയ്താലോ, ഡെസിമൽ ആക്കി ചെയ്താലോ? 1/2 എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് അല്ലേ? 0.5 അല്ലേ? 160 പ്ലസ് 0.5 എന്ന് പറയുമ്പോൾ 160.5. ഓക്കെ അല്ലേ? അപ്പൊ 21ാമത്തെ കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 165 ആണ്. 160.5 ആണ്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മീഡിയൻ ഹൈറ്റ്. എന്ത് കണ്ടുപിടിക്കുക? മീഡിയൻ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച മീഡിയൻ എന്ന് പറയുന്നത് ആരാ? 23ാമത്തെ ആളാണ് അല്ലെ? 23ാമത്തെ പൊസിഷനിലുള്ള ആളെയാണ് നമ്മൾ എന്തായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്? മീഡിയൻ ആയിട്ട് കണക്കാക്കി ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം മീഡിയൻ എന്ന് പറയുമ്പോൾ 23ാമത്തെ ആളെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പൊ 21ാമത്തെ ആളുടെ ഹൈറ്റ് അറിയാലോ. 21ാമത്തെ ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 160.5 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ആളിൽ നിന്ന് 23ാമത്തെ ആളിലേക്ക് എത്താൻ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ 21ാമത്തെ ആളിൽ നിന്ന് 23ാമത്തെ ആളിലേക്ക് എത്താൻ മക്കളെ എന്ത് ചെയ്യണം? 21ാമത്തെ ആൾ കഴിഞ്ഞ് 22, അത് കഴിഞ്ഞിട്ട് 23 അല്ലെ? 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ? ശരിയല്ലേ? 2 പ്രാവശ്യം ഒരു കോമൺ ഡിഫറൻസ് അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? 21ൽ നിന്ന് 23ലേക്ക് എത്താം. അപ്പൊ 23ാമത്തെ ആളെ കണ്ടുപിടിക്കാൻ 21ാമത്തെ ആളുടെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 2d, 2 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ 21ാമത്തെ ആളുടെ വാല്യൂ എന്ന് പറയുന്നത് 160.5 പ്ലസ് 2d എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു d എത്രയാ? 1. ഓക്കെ അല്ലേ? അപ്പൊ 160.5 പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2. ഓക്കെ അല്ലേ? അപ്പോൾ 162.5 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇവിടുത്തെ മീഡിയൻ വാല്യൂ. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടുത്തെ മീഡിയൻ.
ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോൾ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും ഈ ക്ലാസ് ടേബിളിൽ, കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ അല്ലേ? കുറച്ചും കൂടി പക്കയാവും. നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ഹൈപ്പോത്തസിസ് വാട്ട് ഈസ് ദ കൺസെപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് 27th ഹൗസ്. 27ാമത്തെ വീട്ടിലെ കുട്ടിയുടെ 27ാമത്തെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എത്രയാണെന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നമുക്കറിയാം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ചോദ്യം എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ ചോദ്യം ചിലപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. മീഡിയം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ 27ാമത്തെ 25ാമത്തെ ആളൊക്കെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. സ്റ്റാറ്റിന്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ടേബിൾ ആൻസർ ഷീറ്റിലേക്ക് വരക്കുക, എന്നിട്ട് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതാം. ഓക്കെ, നിങ്ങൾ ഇതേപോലെ ടേബിൾ ആൻസർ ഷീറ്റിലേക്ക് വരച്ചതിന് ശേഷം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. എങ്ങനെയാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക? പ്ലസ് ചെയ്ത് 4 എഴുതുക. 4 + 10 14, 14 + 12 എന്ന് പറയുമ്പോൾ 26, 26 15 36 41 അല്ലേ? 41 51 55 59 വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. ഓക്കെ, ഇനി ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, n എടുത്ത് എഴുതി വെക്കുക. n എന്ന് പറയുന്നത് എന്താ, 59 ആണ്. ഓക്കെ അല്ലേ? 59 ആണ് n. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ, 27ാമത്തെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 27 എന്ന് പറയുന്ന 27ാമത്തെ വീടിന്റെ പൊസിഷൻ ഇവിടെ വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി ഒന്ന് കണ്ടുപിടിക്കാം. 1 മുതൽ 4 വരെ ഇതിൽ വരും, 5 മുതൽ 14 വരെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരും, 15 മുതൽ 26 വരെ ഇവിടെ വരും. ഓക്കെ, ഇനി 27 മുതൽ 41 വരെ ഈ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട 21ാമത്തെ ആളല്ലേ, 27 മുതൽ 41 വരെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ മാത്രം എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തി വെക്കുക. ആ ഒരു ഗ്രൂപ്പ് മാത്രം അടയാളപ്പെടുത്താം. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് 27ാമത്തെ ആളെ കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇക്വേഷൻ എന്താ, xn = എന്താ, ലോവർ ലിമിറ്റ് പ്ലസ് d/2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 27 ആണ്. 27ാമത്തെ ആൾ. അപ്പോൾ ലോവർ ലിമിറ്റ് ആരാ, ലോവർ ലിമിറ്റ് ആദ്യത്തത്, അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ. ഓക്കെ, അപ്പോൾ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 180 പ്ലസ് d/2. അപ്പോൾ d വേണം. ശരിയല്ലേ? അപ്പോൾ d കണ്ടുപിടിക്കാം ആദ്യം. d കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ മക്കളെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 240 മൈനസ് ലോവർ ലിമിറ്റ് 180 ഡിവൈഡ് ബൈ n. n ശ്രദ്ധിക്കുക, നമ്മളെ en എടുത്ത് എഴുതരുത്. ഓക്കെ, en അല്ല, en എന്ന് പറയുന്നത് ടോട്ടൽ ഈ ടേബിളിന്റെ എണ്ണാണ്. ടോട്ടൽ ഈ ടേബിളിൽ നമ്പർ ഓഫ് ഹൗസസിന്റെ എണ്ണമാണ് ഈ 15. നമുക്ക് വേണ്ടത് ഈ ഗ്രൂപ്പിലെ മാത്രം എണ്ണ, ഈ ഗ്രൂപ്പിലെ മാത്രം നമ്പർ ഓഫ് ഹൗസ് എത്ര പേര്, 15. അപ്പൊ ഇതാണ് ഇവിടുത്തെ n. ഓക്കെ അല്ലേ? അപ്പോൾ 15. ഓക്കെ, ഇനി 240 മൈനസ് 180. ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടും, 60 കിട്ടൂലേ? ശരിയല്ലേ? 240 മൈനസ് 180 ചെയ്ത 60 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 4 കിട്ടി. ഓക്കെ, അപ്പൊ d എന്ന് പറയുന്നത് എത്ര, 4 ആണ്. ഓക്കെ, അപ്പൊ d/2 4/2. ഓക്കെ അല്ലേ? 180 പ്ലസ് 4/2 എന്ന് പറഞ്ഞാൽ 2, അപ്പൊ 182. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 27ാമത്തെ വീട്ടിലെ എനർജി കൺസപ്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 182 ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത് ഫൈൻഡ് ദ മീഡിയൻ. ഇനി എന്ത് കണ്ടുപിടിക്കാം, മീഡിയൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മീഡിയൻ എത്രാമത്തെ ആളാന്ന് നമുക്കറിയില്ല അല്ലെ, മീഡിയൻ എത്രാമത്തെ ആളാന്ന് കണ്ടുപിടിക്കണ്ടേ. എങ്ങനെയാ മീഡിയന്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, മീഡിയൻ പൊസിഷൻ = നമുക്കറിയാം n എന്ന് പറയുന്നത് 59 ആണ്, ഓടാണ് അല്ലെ. ഓടാകുമ്പോൾ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n+1/2 ആണ്. n+1/2 ടേം ആണ് മീഡിയന്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ എത്രയായിരുന്നു, 59 അല്ലെ. 59 + 1/2 അതായത് 60/2. 60/2 എന്ന് പറയുമ്പോൾ 30ാമത്തെ വീടാണ് നമ്മളിവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, മീഡിയന്റെ പൊസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതല്ല മീഡിയൻ, ഇത് മീഡിയന്റെ പൊസിഷൻ, മീഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 30ാമത്തെ ആൾ എത്രയാണെന്ന് എന്ത് ചെയ്യണം, 30ാമത്തെ വീടിന്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എത്രയാണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഓൾറെഡി ഇപ്പൊ നമുക്ക് എന്താ അറിയാം, 27ാമത്തെ വീടിന്റെ അറിയാം അല്ലെ. 27ാമത്തെ വീടിന്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എത്രയാണെന്ന് അറിയാം, 182 അറിയാം. നമുക്ക് വേണ്ടത് ഇനി അറിയാം 30ാമത്തെ വീടിന്റെ അല്ലെ, 30ാമത്തെ ആളെ വേണം. ഓക്കെ അല്ലേ?
അപ്പൊ 27 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ചിന്തിക്കാം. 27ാമത്തെ വീട്ടിൽ നിന്ന് 30ാമത്തെ വീട്ടിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? 27ാമത്തെ വീട്ടിൽ നിന്ന് 30ാമത്തെ വീട്ടിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? 27ന്റെ കൂടി ഒരു ഡി കൂട്ടി 78, അടുത്ത ഡി കൂട്ടി 79, ഒരു ഡി കൂടി കൂട്ടിയാൽ 30. ശരിയല്ലേ? അപ്പൊ 27ന്റെ കൂടെ 3 ഡി കൂട്ടിയാൽ പോരെ? അപ്പൊ 30ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 27ാമത്തെ വീടിന്റെ കൂടെ അല്ലെങ്കിൽ 27ാമത്തെ ആളുടെ വാല്യൂയുടെ കൂടെ എന്ത് കൂട്ടുക? 3 ഡി കൂട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ 27ാമത്തെ ആളെ നമുക്കറിയാം 182 പ്ലസ് 3 ഡി. 3 ഇൻറ്റു ഡി എത്രയാണ്? ഡി നമുക്ക് 4 ആണെന്ന് കിട്ടിയിട്ടുണ്ടായി. അപ്പൊ ഡി എന്ന് പറയുമ്പോൾ 4. 182 പ്ലസ് 12. ഓക്കെ അല്ലേ? അപ്പൊ 182 12 എന്ന് പറയുമ്പോൾ 194 കിട്ടും. ശരിയല്ലേ? 194 ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മീഡിയൻ. ഓക്കെ, 30ാമത്തെ ആളല്ലേ മീഡിയൻ? 30ാമത്തെ ആളുടെ വാല്യൂ എത്രയാണ്? 194. അപ്പൊ അതാണ് മീഡിയൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതേ സിമിലർ ആയിട്ട് ഇതേ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം കുറച്ച് ആളുകളുടെ 100 പേരുടെ എന്ത് തന്നിട്ടുണ്ട്? ഏജ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ if the peoples are arranged in order of their ages, what is the age of 41st person? 41ാമത്തെ ആളുടെ ഏജ് കണ്ടുപിടിക്കുക. ഓക്കെ, 41ാമത്തെ മീഡിയം കണ്ടുപിടിക്കാനൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, ആദ്യം 41ാമത്തെ ആൾ. അപ്പൊ നമുക്ക് എന്തും ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞു. ആദ്യം തന്നെ എന്ത് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത് എഴുതുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. 5, 5ന്റെ കൂടെ 15 കൂട്ടിയാൽ 20, 20 40, 40 25, 65, 65 15, 75 80. ഓക്കെ, 80, 91. ഓക്കെ അല്ലേ? 91, 9, 100. ഓക്കെ, നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും മതി. ഓക്കെ, ടോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ 100. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? 41ാമത്തെ ആളുടെ ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 41ാമത്തെ ആളുടെ ഏജ്. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള ഇക്വേഷൻ എന്താ? എക്സ് ദെൻ ഇസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് d/2. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് 41, 41ാമത്തെ ആളെ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 41ാമത്തെ ആളെ എവിടെ വരും എന്ന് നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരും? 1 മുതൽ 5 വരെ ഇവിടെ വരും, 6 മുതൽ 20 വരെ ഇവിടെ വരും, 21 മുതൽ 40 വരെ ഇവിടെ വരും, 41 മുതൽ 65 വരെ ഈ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത്. ശരിയല്ലേ? ആ ഒരു ഗ്രൂപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഇവിടത്തെ ലോവർ ലിമിറ്റ് നോക്കാം. ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 30 അല്ലേ? അപ്പർ ലിമിറ്റ് 40, ലോവർ ലിമിറ്റ് 30. അപ്പൊ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 30 പ്ലസ് d/2. അപ്പൊ ഡി വേണം. ഓക്കെ, നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്താ? d is equal to upper limit minus lower limit divided by n. ഓക്കെ, അപ്പൊ അപ്പർ ലിമിറ്റ് എത്രയാ? 40 അല്ലേ? 40 മൈനസ് ലോവർ ലിമിറ്റ് 30 ഡിവൈഡ് ബൈ n. n ശ്രദ്ധിക്കുക, നമ്മളാ ഈ n അല്ല എടുക്കേണ്ടത്. ഓക്കെ ആണ്? ടോട്ടൽ ടേബിളിന്റെ n അല്ല നമ്മൾ എടുക്കേണ്ടത്, പകരം ഈ ഗ്രൂപ്പിലെ n. ഈ ഗ്രൂപ്പിലെ n എന്ന് പറയുമ്പോൾ 25. ഓക്കെ അല്ലേ? അപ്പൊ 25. ഓക്കെ അല്ലേ? 40 മൈനസ് 30 എന്ന് പറയുമ്പോൾ 10, 10/25. 10/25 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ക്യാൻസൽ ചെയ്യാലോ. 10 2/5 കിട്ടും. ശരിയല്ലേ? 2/5 കിട്ടും. വേണമെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഡെസിമൽ ആക്കി എഴുതി കഴിഞ്ഞാൽ 0.4 എന്ന് എഴുതാം. ഓക്കെ, 0.4. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L പ്ലസ് d/2. d/2 d എന്ന് പറയുന്നത് 0.4 ഡിവൈഡ് ബൈ 2. ഓക്കെ അല്ലേ? അപ്പോൾ 30 പ്ലസ് 0.4/2 എന്ന് പറയുമ്പോൾ 0.2 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 30.2 ആണ് 41ാമത്തെ ആളുടെ അസ്യൂംഡ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ മീഡിയൻ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ മീഡിയൻ ഏജ്. മീഡിയൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മീഡിയന്റെ പൊസിഷൻ അറിയേണ്ടത്. എത്രാമത്തെ ആളാണ് മീഡിയൻ എന്ന് അറിയേണ്ടത്, എന്നാലേ മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എത്രാമത്തെ ആളാണ് കണ്ടുപിടിക്കാൻ? മീഡിയന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. എന്താ മീഡിയൻ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഇവിടെ നമുക്കറിയാം n എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ അവസാനത്തെ ആള് n എന്ന് പറയുന്നത് എത്രയാ? 100 ആണ്, 100 ആണ് അല്ലെ? n എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മീഡിയൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഈവൻ അല്ലേ? 100 എന്ന് പറയുന്നത് ഈവൻ അല്ലേ? ഈവൻ ആകുമ്പോൾ ഇക്വേഷൻ എന്താ? n/2ഉം n/2 പ്ലസ് 1ഉമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 100/2, അതേപോലെ തന്നെ 100/2 പ്ലസ് 1. ഓക്കെ, 100/2 എന്ന് പറയുമ്പോൾ 50, 50 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 51. അപ്പൊ 50ാമത്തെ ആളും 51ാമത്തെ ആളുമാണ്
നമ്മളെ മീഡിയൻ വാല്യൂസ് അല്ലെങ്കിൽ മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ എന്ത് കണ്ടുപിടിക്കാം? വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവരുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഓൾറെഡി എന്തറിയാം? എവിടെ നമുക്ക് ഓൾറെഡി 41ാമത്തെ ആളുടെ വാല്യൂ അറിയാം അല്ലേ? 41ാമത്തെ ആളുടെ വാല്യൂ 30.2 അറിയാം. നമുക്ക് വേണ്ടത് 50ാമത്തെ ആളുടെയും 51ാമത്തെ ആളുടെയുമാണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 41ാമത്തെ ആളിൽ നിന്ന് 50ാമത്തെയും 51ാമത്തെയും ആളിലേക്ക് എത്തണം. എങ്ങനെ കണ്ടുപിടിക്കും? 41ാമത്തെ ആളിൽ നിന്ന് 9 ഡി കൂട്ടിക്കഴിഞ്ഞാൽ 50ാമത്തെ ആളെ കിട്ടൂലേ? അപ്പോൾ 50ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് 41ാമത്തെ ആളുടെ കൂടെ എന്ത് കൂട്ടുക? 9 ഡി കൂട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടും? 41ാമത്തത് നമുക്ക് ഓൾറെഡി അറിയാം 30.2 ആണ്. ഓക്കെ അല്ലേ? പ്ലസ് 9 ഡി, 9 ഇൻറ്റു ഡി എത്രയായിരുന്നു? നമ്മുടെ ഡി എന്ന് പറയുന്നത് 0.4. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 0.4. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 30.2 ഇൻറ്റു 9 ഇൻറ്റു 0.4. ഓക്കെ അല്ലേ? 30.2 പ്ലസ് 9 ഇൻറ്റു 0.4 ചെയ്ത് നോക്കിയാൽ മക്കളെ 3.6 കിട്ടും. ഓക്കെ അല്ലേ? ഇതേ പ്ലസ് 30.2 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 33.8 കിട്ടും. ഓക്കെ, അപ്പൊ 50ാമത്തെ ആളുടെ ഏജ് എത്ര? 33.8. ഇതേപോലെ നമുക്ക് മീഡിയൻ 2 പേരുണ്ട് ഇവിടെ. ഓക്കെ, 50 ഉണ്ട് 51 ഉണ്ട്. അപ്പൊ 51ാമത്തെ ആളെയും കൂടി കണ്ടുപിടിക്കണം. 51ാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കും? 50ാമത്തെ ആളെ കിട്ടിയില്ലേ? 50ാമത്തെ ആളുടെ കൂടെ ഒരു ഡി കൂട്ടിയാൽ പോലെ 51ാമത്തെ ആളാവാൻ. അപ്പൊ 50ാമത്തെ ആളുടെ കൂടെ പ്ലസ് ഒരു ഡി, 1 ഡി കൂട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ 50ാമത്തെ ആളെ 33.8 പ്ലസ് ഒരു ഡി കൂട്ടിക്കഴിഞ്ഞാൽ 1 ഇൻറ്റു 0.4. ഓക്കെ അല്ലേ? 33.8 പ്ലസ് 0.4. ഓക്കെ അല്ലേ? 33.8 പ്ലസ് 0.4 ചെയ്ത് കഴിഞ്ഞാൽ 34.2 കിട്ടും. ശരിയല്ലേ? 34.2 ആണ് 51ാമത്തെ ആളുടെ ഏജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം നടുക്ക് 2 പേര് വന്നാൽ, നമ്മൾ നേരത്തെ ആ ക്വസ്റ്റ്യൻസിലേക്ക് ചെയ്തതായിരുന്നു അല്ലേ? മീഡിയന്റെ വാല്യൂ നടുക്ക് 2 പേര് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ബൈ 2 ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? 2 പേരെയും പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഇവിടെയും ചെയ്യുക. ഓക്കെ അല്ലേ? നടുക്ക് ഇവിടെ നമുക്ക് എന്തുണ്ട്? 2 പേരുണ്ട്. ഇപ്പോൾ 50ാമത്തെ ആളും 51ാമത്തെ ആളുമാണ് മീഡിയം പൊസിഷൻ. അപ്പൊ 2 പേരുണ്ട്, 2 വാല്യൂസ് ഉണ്ട്. 2 വാല്യൂസ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം, പ്ലസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് 50ാമത്തെ ആളുടെ 33.8 പ്ലസ് 51ാമത്തെ ആളുടെ 34.2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. പ്ലസ് ചെയ്യുമ്പോൾ 68 കിട്ടും. 68/2, 68/2 എന്ന് പറയുമ്പോൾ 34 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 34 ആണ്. ഓക്കെ അല്ലേ? ഇത്തരത്തിലുള്ള ആകെ ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് 5 മാർക്ക് മുതൽ 7 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റണം. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ അല്ലേ? താങ്ക് യു. നമ്മളെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു.